ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് മൽച്ചന്തേരിയുടെ ഇതാണ് കേട്ടോ. നമ്മൾ കുറച്ച് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കുറെ മൽച്ചന്തേരി നമ്മൾ ഫാബ്രിക്സ് ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നല്ല എന്താ പറയാ, നല്ല ഭംഗിയായിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ഇത് പിങ്ക് കളറിലോട്ട് ഫുള്ളി ത്രെഡ് ആണ്. നിങ്ങൾക്ക് അറിയാലോ മൽച്ചന്തേരി മൽക്കോട്ടന്റെ പ്യൂർ ഫാബ്രിക് ആണ്. അതിനകത്തോട്ട് നമ്മൾ നല്ല ഒരു എയർലൈൻ പാറ്റേണിലോട്ട് അത്യാവശ്യം ഇത് കോസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്ലിറ്റും പിന്നെ പ്ലെയിൻ വെച്ചിട്ടൊക്കെയാണ് ചെയ്തത്. ഇത് ഫുൾ ഈ ഫാബ്രിക് വെച്ചിട്ട് ഒരു എയർലൈൻ പാറ്റേണിലെ കുർത്തി ചെയ്തിട്ടുണ്ട്. 3 പാറ്റേൺ ചെയ്തിട്ടുണ്ട്. 3 ഡിഫറെന്റ് കളേഴ്സും ആണ്, ഡിഫറെന്റ് വർക്കും ആണ് അതിനകത്ത് വന്നേക്കുന്നത്. ഭയങ്കര ക്ലാസ് ലുക്കാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പൊ ഞാനിപ്പം ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്നത് തന്നെ സ്റ്റാർട്ടിങ് തന്നെ പറയാം, നമുക്കതൊരു പ്രീമിയം കുർത്തി തന്നെയാണ്. പ്രീമിയം റേഞ്ചിലോട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം മൽച്ചന്തേരിയുടെ വിത്ത് പ്ലെയിൻ ഫാബ്രിക് തുടങ്ങിയിട്ട് എല്ലാത്തിനും നല്ല കോസ്റ്റ് വരുന്നതാണ്. അപ്പം ഇതിന്റെ നമ്മളൊരു ബോട്ടിനൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ലൂപ്പും ഒരു കീ ഹോളും ഒരു ലൂപ്പും ബട്ടണും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൈൻ ഇന്നർ നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് എയർലൈൻ പാറ്റേണിലോട്ട് ഫുള്ളി ത്രെഡ് ആയിട്ട്. അപ്പൊ 3 കളർ. പിന്നെ നമ്മൾ ഇതിന്റെ എൻഡിലോട്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോർഡർ ഒക്കെ കൊടുത്ത്, എപ്പോഴും നമ്മൾ എയർലൈൻസിന്റെ താഴെ നമ്മൾ ഒരു ലോക്കല്ല ചെയ്യാറ്. ഇതിപ്പോ നമ്മളൊരു ബോർഡർ ആയിട്ട് നല്ല വീതിയിൽ കൊടുത്ത്, അത് മാത്രമല്ല അതിന്റെ താഴെ ഇതുപോലെ പെൻസിൽ ബോട്ടം ഒരു സെമി പലാസോ ഈ മൽച്ചന്തേരിയുടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വിത്ത് ലൈനിങ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് അത് കോട്ടണിൽ നമുക്ക് അതായിരിക്കും ബെസ്റ്റ്. എനിക്ക് തോന്നുന്നത് വിത്ത് ലൈനിങ് മൽച്ചന്തേരിനെക്കാട്ടിലും കോട്ടൺ നമ്മൾ പ്ലെയിൻ ആയിരിക്കും ബെസ്റ്റ്. അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഒരു സെയിം തന്നെ പലാസോ ബോട്ടോ വേണം എന്നുള്ളവർക്ക് ചെയ്യാം. ഇനി ഇതിന് സ്ലിറ്റ് പാറ്റേൺ വേണമെങ്കിലും ചെയ്യാം. നമ്മളൊരു ഫസ്റ്റ് ഒരു പാറ്റേൺ ചെയ്തതാണ്. ഓക്കെ, ഇതിന്റെ വർക്കിന്റെ ക്ലോസ് ആയിട്ട് അടുത്ത കളർ ഇതേപോലെ നല്ലൊരു എന്താ പറയാ, പിസ്ത ഗ്രീനും ഒരു യെലോവും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ്. മെഹന്തി ഗ്രീൻ എന്നും പറയാം. അതുപോലെ നല്ല അടിപൊളി മൽച്ചന്തേരി ഫാബ്രിക് തന്നെയാണ്, പ്യൂർ ആയിട്ടുള്ള. ഇതിനകത്തോട്ട് ആ സെയിം കളർ തന്നെ ത്രെഡ് കൊണ്ടുള്ള ഒരു സീക്വൻസും വർക്കും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു സിൽക്കി ഫാബ്രിക് ആണ്. കുറച്ചും കൂടെ നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ കണ്ടോ. ഇതിന്റെ വർക്ക് വരുന്നത് ഇതുപോലെയാണ്. ആ ത്രെഡ് വർക്ക് കണ്ടോ, ഇതുപോലെ ത്രെഡും സീക്വൻസും എല്ലാം വന്നിട്ട് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത്. അത് നമ്മൾ എയർലൈൻ പാറ്റേൺ ചെയ്തിട്ട് സെന്ററിൽ ഒരു പടി കൊടുത്ത് സോഫ്റ്റ് ബോൾസ് ഒക്കെ ആഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട്, അതുപോലെ സൈഡിലോട്ടും ഇതിന്റെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെയിം ടോൺ തന്നെ നമ്മൾ ഈ ലൈനിങ് വെച്ചിട്ടുള്ള ബോട്ടം ആണ് കൊടുത്തേക്കുന്നത്. കാരണം സെയിം എക്സാക്ട് കളർ കിട്ടണമെങ്കിൽ നമുക്ക് അത് തന്നെയാണ് വഴിയുള്ളൂ. അതുകൊണ്ട് സെയിം ഒരു കോട്ടൺ ലൈനിങ്ങിന്റെ ബോട്ടം കൊടുത്ത് എൻഡിലോട്ട് ഒരു കട്ടിങ് ഒക്കെ വന്ന് ഭയങ്കര ഭംഗിയാണ്. കളറും എല്ലാം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി ഒക്കെ കൊടുത്ത് ആ ബോൾസ് തന്നെ നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടൊരു ഭംഗിയിലാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, അതുപോലെ അതിന്റെ വർക്ക് നിങ്ങൾ ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് നോക്കുക. ഇതുപോലെ സീക്വൻസും ത്രെഡ് വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. നമുക്ക് ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. ഇതൊന്നും ഒത്തിരി ക്വാണ്ടിറ്റിയോ ഒരുപാട് റിപ്പീറ്റേഷൻസോ ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ്. വൺസ് നമുക്ക് ഈ കളർ കിട്ടിയാൽ പിന്നെ ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു പാറ്റേൺ എ ലൈൻ വിത്ത് 47-48 ലെങ്ത്, സെയിം തന്നെ പലാസോ ഈ കളറിലോട്ടുള്ള ബോട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അടുത്തത് ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അല്ല, ഞാൻ നേരത്തെ വേറെ ചെയ്തത് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിന്റെ ഫുൾ ത്രെഡ് വർക്ക് ഉണ്ട്. ഇത് കുറച്ചും കൂടെ വർക്കിൽ കുറച്ചും കൂടെ ഡിഫറൻസ് ഉണ്ട്. ഫുള്ളി നമ്മൾ വർക്ക് ചെയ്തേക്കുന്ന പോലെ അതുപോലെ സിമിലർ ആയിട്ടുള്ള വർക്കാണ് ഇതുപോലെ. എന്നിട്ട് അതിന്റെ ലൂപ്പും ഒരു ബട്ടണും എല്ലാം വെച്ചിട്ട് പിന്നെ ബസ് ലെവൽ വന്നിട്ട് അതിനകത്തോട്ട് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഗ്യാദേഴ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പാറ്റേൺ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. സൈഡിൽ ഒരു ഗ്യാദേഴ്സും ചെറിയ പ്ലീറ്റ്സും ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു യോക്ക് സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്ക് സൈഡ് ഇതേപോലെ ഭയങ്കര ഭംഗിയാണ്. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതുപോലെയാണ്, പലാസോ ആയിട്ട് തന്നെ സെയിം ടോൺ തന്നെ. ഇനി നിങ്ങൾക്ക് സ്ലിറ്റ് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി. ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ വർക്ക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തന്നു. ഇതുപോലെയാണ് സെക്കൻഡ്. അപ്പൊ അടുത്തത് അതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് നല്ല പീച്ച് ഷെയ്ഡിലോട്ട് ഇതേപോലെ. ഇത് ഞാൻ പറഞ്ഞു, ഇതിന്റെ ഇടയിലോട്ട് തന്നെ നമ്മൾ സെൽഫായിട്ട് തന്നെ ക്രോഷോ ലേസ് വന്നിട്ടുണ്ട്, ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ബസ് ലെവലിന്റെ അവിടേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് കൊടുത്തിട്ട് താഴോട്ട് ഇതുപോലെ. ഇതും ഒരു എയർലൈൻ പാറ്റേണിലൊക്കെ ചെയ്തേക്കുന്നത്. എപ്പോഴും സ്ലിറ്ററിലെ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം പാറ്റേണിൽ സ്ലിറ്റിലോട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇതിന്റെ സൈഡിലോട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് സ്ലിറ്റിലോട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഫാബ്രിക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. ഇതുപോലെയാണ് അതിന്റെ ഫാബ്രിക് വരുന്നത്. ഫുള്ളി ത്രെഡ് വർക്കാണ് മൽച്ചന്തേരി ഫാബ്രിക്കിലോട്ട്. എന്നിട്ട് ആ ഇടയിൽ കൂടെ ക്രോഷോ ലേസ് പോയിട്ടുണ്ട്. ഇതാണ് അതിന്റെ വർക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് ഫാബ്രിക് ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ സെയിം ടോൺ തന്നെ ഇതുപോലെ പലാസോ ഒരു ബോട്ടം, ഒരു സ്റ്റൈലായിട്ട് ഒരു ലോങ് ഒരു കൺസെപ്റ്റ് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് എപ്പോഴും നമ്മൾ ഷോർട്ട് ആയിട്ടല്ലേ ഇടുന്നത്. അപ്പൊ കുറച്ച് പലാസോ ബോട്ടം, കുറച്ച് ഇറങ്ങിയിട്ടുള്ളത് ലെങ്ത് ഉള്ളത് ഇട്ടിട്ടുണ്ട്. നെക്ക് ഇതേപോലെ വരും. സ്ലീവിലും ഇതേപോലെ ചെറിയൊരു ബോർഡറും ക്രോഷോ ലേസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 3 പാറ്റേൺസിൽ നമ്മൾ ഈ പ്രീമിയം മൽക്കോട്ടൺ മൽച്ചന്തേരി ഫാബ്രിക്കിന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അപ്പൊ നിങ്ങൾക്ക് ഇത് സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നായിരുന്നു, പക്ഷെ 3 കൂടെ കണ്ടപ്പോൾ ഒരുമിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു
15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.